എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് നോക്കാൻ പോകുന്നത് ചെറിയൊരു സീനല്ല, ഒരു വലിയൊരു സീൻ തന്നെയാണ്. നമ്മുടെ ടെലിവിഷൻ താരം ശ്രീവിദ്യ മുല്ലശ്ശേരി അറിയാത്തവരായി ആരും കാണില്ലല്ലോ. പുള്ളിക്കാരിക്കെതിരെ കുറേ നാളായിട്ട് ഒരു കിടിലം അറസ്റ്റ് വാറന്റ് വന്ന് കിടപ്പുണ്ട്. പക്ഷെ വാറന്റൊക്കെ കോടതിയിൽ ഇരിക്കുന്നതല്ലാതെ പോലീസുകാർ ഇതുവരെ പുള്ളിക്കാരുടെ അടുത്തേക്ക് പോയിട്ട് പോലുമില്ല. പിന്നെ കക്ഷി നേരെ വിട്ടത് ഗൾഫിലേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ അറിയാലോ, ഫുൾ ആഡംബര ട്രിപ്പുകളും ചില്ല് ലൈഫും ഒക്കെയാണ്. അപ്പോൾ 8ന്റെ പണി എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. സംഭവം തുടങ്ങുന്നത് ഒരു 3-4 വർഷം മുമ്പാണ്. വിഷു ടൈമിൽ പുള്ളിക്കാരി ഒരു പ്രൊമോഷണൽ വീഡിയോ ഇറക്കി. സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ ബിനാമോ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ആപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രൊമോഷനാണ് പുള്ളിക്കാരി ചെയ്തത്. വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ വിഷുവിന് നിങ്ങൾക്ക് തരുന്ന ഒരു കൈനീട്ടമാണ് ഈ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഫുള്ള് തള്ളി മറിച്ചത്. നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 പ്ലാറ്റ്ഫോം ആണെന്നും മില്യൺ കണക്കിന് ആൾക്കാർ പൈസ വാരുന്നുവെന്നും പിന്നെ പ്രൊമോ കോഡ് അടിച്ചാൽ ബോണസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വീണ് പോകാത്തത്? ഒരുപാട് പേര് ഇതിൽ വിശ്വസിച്ച് പൈസയും ഇട്ടു. ഇതൊക്കെ കണ്ട് ഫ്ലാറ്റായ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് പൈസ ഇട്ട് ഏകദേശം 1,05,000 രൂപ വെള്ളത്തിലായി. പണി പാളിയെന്ന് മനസ്സിലായ സബ്സ്ക്രൈബർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നേരെ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കേസ് കൊടുത്തു. ഇതെന്ന് വെച്ചാൽ, ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലിവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവർ അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല, ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. ശ്രീവിദ്യ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ അതങ്ങ് പരാജയപ്പെട്ടു. പിന്നെ കോടതി വിധി വന്നത് അങ്ങേർക്ക് അനുകൂലമായിട്ടായിരുന്നു. നഷ്ടപ്പെട്ട തുകയും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ്. പിന്നെ പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയൊക്കെ ആയതുകൊണ്ടാവാം പോലീസുകാർക്ക് ഒരു അനക്കവുമില്ല, പുള്ളിക്കാരി അറസ്റ്റ് ചെയ്യാൻ പോയതുമില്ല. ഇപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി കൊടുക്കേണ്ട തുക 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് നഷ്ടപരിഹാരവും പിന്നെ 50,000 രൂപ കോടതി ചെലവ്, പിന്നെ അടുത്തൊരു 50,000 രൂപ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയതും, പിന്നെ ഇതെല്ലാം കുറഞ്ഞിട്ട് 2023 മുതലുള്ള പലിശയും കൂടെ ചേർത്ത് ഒരു 9% അതിൻ്റെ കൂടെ ചേർത്ത് ഒരുവിധം നല്ലൊരു തുകയായിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ. പിന്നെ വാറന്റ് കാസർഗോഡ് നിന്ന് പാലാരിവട്ട സ്റ്റേഷനിലെത്തിയിട്ട് മാസങ്ങളായി. വാറന്റ് പുതുക്കിയെന്നല്ലാതെ പോലീസുകാർ ഇതുവരെ തൊട്ടിട്ടില്ല. പുള്ളിക്കാരി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇൻസ്റ്റയിൽ കളിച്ച് ചിരിച്ച് വിദേശ യാത്രകളുടെ ഫോട്ടോസൊക്കെ ഇട്ട് ലൈഫ് അടിച്ച് പൊളിക്കുകയാണ്. പൈസ ഇല്ലാത്തവന് ഒരു നീതി, പൈസ ഉള്ളവന് വേറൊരു നീതി എന്നതാണ് നമ്മുടെ സിസ്റ്റം ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിയുടെ ഒരു എമോഷണൽ വീഡിയോ കൂടി റിലീസായിട്ടുണ്ട്. വലിയ വീട് വെച്ചു, നല്ല വർക്ക്, പുതിയ ഷോ, എല്ലാം സെറ്റാണ്. പക്ഷേ എനിക്ക് ഇതൊന്നും ഇതുവരെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന്, ശരീരവും മനസ്സും ഇതൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി അടിച്ചിറക്കുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ പൈസ എടുത്ത് വല്ല പാവങ്ങൾക്കും വീതിച്ചു കൊടുക്കാമല്ലോ. ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കാശില്ലാതെ ഒരുപാട് പേരുണ്ടല്ലോ. അതുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറ്റിച്ച ഒരാളിൻ്റെ കേസ് കോടതിയിൽ കിടക്കല്ലേ, അങ്ങേരിക്ക് ആ നഷ്ടപരിഹാരമെങ്കിലും കൊടുക്കാമല്ലോ. ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറയണോണ്ട് ഒന്നും വിചാരിക്കില്ല, ഒറ്റ രാത്രി കൊണ്ട് ലക്ഷാധിപതി ആകാമെന്ന് പറഞ്ഞ് വരുന്ന ഇത്തരം തള്ളുകളൊക്കെ കേട്ടിട്ട് ആരും കൊണ്ടൊന്ന് തല വെച്ച് കൊടുക്കരുത്. പൈസ പോയാൽ പോയത് തന്നെയാണ്. പിന്നെ ഇൻഫ്ലുവൻസർമാരോട് ഒരു കാര്യം, നിങ്ങളെ വിശ്വസിക്കുന്നവരോട് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസിനും കാശിനും വേണ്ടി എന്ത് ഉടായ്പം പ്രൊമോട്ട് ചെയ്താൽ ഇതേപോലെ 8ന്റെ പണി തിരിച്ചു കിട്ടും. പിന്നെ പൈസ പോയ ആ വ്യക്തിയുടെ സങ്കടം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.